ഒരു ദിവസേ യേശു ഇങ്ങനെ സ്നാപയോഹന്നാൻ്റെ മുൻപിൽ ചെന്ന് തന്നെ ജ്ഞാനസ്നാനപ്പെടുത്തണമെന്ന് പറയാണ്. ആരോട്? ഈ സ്നാപയോഹന്നാനോട്. അപ്പോൾ പറഞ്ഞു, അങ്ങ് എന്നെയല്ലേ ജ്ഞാനസ്നാനപ്പെടുത്തേണ്ടത്, ഞാൻ അങ്ങയെ അല്ലല്ലോ എന്ന് സ്നാപയോഹന്നാൻ യേശുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് പകരം അങ്ങ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് നീ ചെയ്താൽ മതി എന്ന് യേശു ആരോട് പറഞ്ഞു? സ്നാപയോഹന്നാനോട് വളരെ ശാന്തമായിട്ട് പറഞ്ഞു. അത് കേട്ട് യോഹന്നാൻ നദിയിലേക്ക് ഇറങ്ങി. പുറകെ ആരിറങ്ങി? യേശു ഇറങ്ങി. യോഹന്നാൻ യേശുവിനെ നദിയിൽ വെച്ച് ജ്ഞാനസ്നാനം ചെയ്തു. അപ്പോൾ തൽക്ഷണം എന്തുണ്ടായി? പരിശുദ്ധാത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ ആരുടെ മേൽ വന്നു? യേശുവിൻ്റെ മേൽ വന്നിറങ്ങി. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. അതിങ്ങനെയായിരുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോയുടെ മുൻപിൽ പ്രാവ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ശബ്ദം കൂടി കേൾക്കാണ്. ഈ നിമിഷത്തിന് വേണ്ടിയാണ് യേശു കാത്തിരുന്നറിഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി വളരെ വർഷം അദ്ദേഹം പഠിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കഴിച്ചുകൂട്ടി. ആര്? യേശു. അപ്പോൾ ഇപ്പോൾ ഇതാ അദ്ദേഹം തൻ്റെ പരസ്യ ജീവിതത്തിന് തയ്യാറാവണം. അത്രയും നാളും ഇങ്ങനെ വീട്ടിലും നാട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. ഇനി പരസ്യമായിട്ട് പല പല സ്ഥലങ്ങളിലൂടെ നടന്ന് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു. അപ്പോൾ ദൈവപുത്രനാണ് താനെന്ന് യേശുവിന് അറിയാമായിരുന്നു. അങ്ങനെ പിതാവ് തന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ ഇറങ്ങുകയാണ് ആര്? ഈശോ. അതിനു മുൻപ് അദ്ദേഹം നീണ്ട പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമായിട്ട് വനത്തിലേക്ക് പോയി. യേശു 40 ദിവസം അവിടെ കഴിച്ചുകൂട്ടാണ്. അദ്ദേഹം അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിശന്നിട്ട് വയ്യ, കാരണം 40 ദിവസം ഉപവസിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു പിശാച് പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈശോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ നിനക്ക് ഈ കല്ലുകളെ അപ്പമാക്കി നിനക്ക് കഴിക്കാൻ മേലായിരുന്നോ എന്ന് ആര് ചോദിക്കുന്നു? പിശാച് യേശുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, താൻ മാജിക്കുകാരനൊന്നുമല്ല, ഭൂമിയിൽ വന്നിരിക്കുന്നത് അങ്ങനെ താൻ മാജിക്ക് കാണിക്കാനൊന്നല്ല വന്നിരിക്കുന്നത് എന്ന് ഭൂമിയിൽ വന്നിരിക്കുന്നത് യേശു ഓർത്തു. ഗ്രന്ഥങ്ങളിൽ താൻ വായിച്ചിട്ടുള്ളത് അദ്ദേഹം ഓർമ്മിച്ചു. യേശു പിശാചിനോട് പറഞ്ഞേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് ആനയിച്ചിട്ട് ദേവാലയത്തിൻ്റെ വലിയൊരു ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിലേ താഴോട്ടൊന്ന് ചാടി ഒന്ന് കാണട്ടെ, നിൻ്റെ കാലുകൾ നിലത്ത് മുട്ടാതെ നിൻ്റെ മാലാഖമാർ നിന്നെ കാത്തു സൂക്ഷിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, അതും വിശുദ്ധ ലിഖിതത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നും എഴുതിയിട്ടുണ്ട്, നീ അത് വായിച്ചിട്ടില്ലേന്ന് യേശു പിശാചിനോട് പറയാണ്. അപ്പോൾ തുടർന്ന് പിശാച് യേശുവിനെ വളരെ ഉയർന്നൊരു മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും അവയുടെ പ്രതാപവും കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, നീ എന്നെ ആരാധിച്ചാൽ, ആര്? ഈശോ പിശാചിനെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് തരാം. അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ ഭൂമിയുടെ ഏറ്റവും വലിയ അധിപനാരാ? ഈശോയാണ്. അപ്പോൾ ആ ഈശോയോട് തന്നെ പിശാച് പരീക്ഷിക്കാൻ വേണ്ടി പറയാണ്, നീ എന്നെ ആരാധിച്ചാൽ ഈ ഭൂമി മുഴുവൻ അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്ന് പിശാച് ഈശോയോട് പറയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ പറയാണ്, സാത്താനേ നീ പോ എന്ന് പറയണം. അപ്പം നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ അല്ലെങ്കിൽ സേവിക്കാവൂ എന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതിയിട്ടുണ്ട്. യേശു ഉറച്ച സ്വരത്തിൽ ഇങ്ങനെ പറയാണ്. അപ്പോൾ പിശാച് എന്ത് ചെയ്തു? ഈശോനെ വിട്ടകന്നു പോയി. സ്വർഗത്തിൽ നിന്നും മാലാഖമാർ ഇറങ്ങി വന്ന് യേശുവിനെ പരിചരിച്ചു. മനസ്സിലാവുണ്ടോ? ഉപവാസത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്, പ്രാർത്ഥനയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ടെന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ?